Hi, welcome back. And this is the second part of carbohydrates. അപ്പോൾ നമ്മൾ ഓൾറെഡി അതിൻ്റെ ഡെഫിനിഷൻ ക്ലാസിഫിക്കേഷൻ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്ത് ആൻഡ് ഈ ഒരു പാർട്ടിൽ വി വിൽ ഡിസ്കസ് ദ പ്രോപ്പർട്ടീസ് ആൻഡ് ദെൻ മൂവ് ഓൺ ടു ദ സോഴ്സസ്, പിന്നെ അതിൻ്റെ ബയോളജിക്കൽ റോൾ, മെറ്റബോളിസം, അങ്ങനെ തുടങ്ങി കുറേയധികം സബ് ടോപ്പിക്സ് ഉണ്ട് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനായി. ഓക്കെ, അപ്പം നമ്മൾ പ്രോപ്പർട്ടീസിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് വി വിൽ സ്റ്റാർട്ട് ഓഫ് വിത്ത് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. അപ്പം ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ശരിക്കും അതിൻ്റെ ഫങ്ഷനാലിറ്റി, അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ ആപ്ലിക്കേഷൻ ഇൻ ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ, ഇതൊക്കെയാണ് ശരിക്കും അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയും. അപ്പം ഈ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ദർ ഇസ് സോല്യൂബിലിറ്റി, ക്രിസ്റ്റലിനിറ്റി ആൻഡ് സ്വീറ്റ്നെസ്. And this varies significantly between simple sugars and complex carbohydrates. അപ്പോൾ നമ്മൾ സിമ്പിൾ കോംപ്ലെക്സ് എന്തൊക്കെയാണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ അത് സിമ്പിൾ ആണോ കോംപ്ലെക്സ് ആണോ എന്നുള്ളത് അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ സോല്യൂബിലിറ്റി, ക്രിസ്റ്റലിനിറ്റി ആൻഡ് സ്വീറ്റ്നെസ് ഇത് മാറി വരും എന്നുള്ളതാണ്. സോ ഫസ്റ്റ് വി വിൽ ലുക്ക് അറ്റ് വാട്ട് ഈസ് ദ സോല്യൂബിലിറ്റി. The solubility is the ability of carbohydrates to dissolve in water, and this varies based on molecular structure. അപ്പോൾ മോളിക്കുലാർ സ്ട്രക്ചറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിനകത്ത് ഒരു വ്യത്യാസം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. സോ സോല്യൂബിലിറ്റി എന്ന് പറയുന്നത് ഇത് വെള്ളത്തിൽ അതിന് ഡിസോൾവ് ആകാനുള്ള ആ ഒരു കഴിവിനെയാണ് സോല്യൂബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഈ സോല്യൂബിലിറ്റി ഡിഫറെൻ്റ് ആകും ബേസ്ഡ് ഓൺ ഇറ്റ്സ് മോളിക്കുലാർ സ്ട്രക്ചർ. അപ്പോൾ മോളിക്കുലാർ സ്ട്രക്ചർ അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ വി ഹാവ് മോണോസാക്രൈഡ്സ് ആൻഡ് ഡൈസാക്രൈഡ്സ് ടു ബിഗിൻ വിത്ത് അല്ലേ. അപ്പോൾ ഈ ഷുഗേഴ്സ് ഇത് സിമ്പിൾ ഷുഗേഴ്സ് ആണ് അല്ലേ. മോണോസാക്രൈഡ് ആൻഡ് ഡൈസാക്രൈഡ്സ് എന്ന് പറയുന്നത് ദേ ആർ ഹൈലി സോല്യൂബിൾ ഇൻ വാട്ടർ. വെള്ളത്തിൽ പെട്ടെന്ന് അത് ഡിസോൾവ് ആകും. അതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് ദേ ആർ സ്മോൾ മോളിക്കുലാർ സൈസ് ആൻഡ് ദേ ആർ ഓൾസോ ഹൈഡ്രോഫിലിക് ഇൻ നേച്ചർ എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് മോളിക്കുലാർ സൈസ് ചെറുത് ആൻഡ് അത് ഹൈഡ്രോഫിലിക് ആണ്. അതിൻ്റെ ഒരു നേച്ചർ നമ്മൾ നോക്കിയാൽ ദിസ് മേക്സ് ദം ഈസിലി ഡിസോൾവബിൾ ഇൻ വാട്ടർ എന്നുള്ളതാണ്. സോ ഇറ്റ് വിൽ ഫോം സൊല്യൂഷൻസ്. അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അത് സൊല്യൂഷൻസ് ആയി മാറും. ആൻഡ് ദീസ് സൊല്യൂഷൻസ് ക്യാൻ ബി റെഡിലി അബ്സോർബ്ഡ് ഇൻ ദ ഡൈജസ്റ്റീവ് ട്രാക്ട്. ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ അതിനെ റെഡിലി ഈസി ആയിട്ട് അതിനെ അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹൈ സോല്യൂബിലിറ്റി ആണ് ശരിക്കും അതിനെ ഒരു 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 സ്വീറ്റ്നർ ആക്കി മാറ്റുന്നത് അല്ലേ. ദേ ആർ സൂട്ടബിൾ ആസ് സ്വീറ്റ്നേഴ്സ്. ഒന്ന് സ്വീറ്റ്നേഴ്സ് ആയിട്ട് ഉപയോഗിക്കാം ആൻഡ് ഒരു സഡൻ എനർജി റിലീസ് ഇൻ ദ ബോഡി, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മോണോസാക്രൈഡ്സും ഡൈസാക്രൈഡ്സും ഉപയോഗിക്കാം എന്നുള്ളതാണ്. Now you look at the polysaccharides. Polysaccharides in the examples are starch, cellulose. Okay. അപ്പോൾ മോണോസാക്രൈഡ്സ് ആൻഡ് ഡൈസാക്രൈഡ്സിനെയും പോലെ അല്ല പോളിസാക്രൈഡ്സ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അത് പാർഷ്യലി സോല്യൂബിൾ ആണ് അല്ലെങ്കിൽ ഇൻസോല്യൂബിൾ ആണ് ഇൻ വാട്ടർ. എന്ന് പറഞ്ഞാൽ അത് ചിലപ്പം ഒരു പരിധി വരെ അത് വെള്ളത്തിൽ ഡിസോൾവ് ആകും, അല്ലെങ്കിൽ അത് ഡിസോൾവ് ആവുകയേ ഇല്ല. സ്റ്റാർച്ചിന്റെ കാര്യം നമ്മൾ പറയാനാണെങ്കിൽ ഒരു 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 പോളിസാക്രൈഡ് ആണ്, അതൊരു സ്റ്റോറേജ് പോളിസാക്രൈഡ് ആണ് സ്റ്റാർച്ച് എന്ന് പറയുന്നത് അല്ലേ. ഇത് പാർഷ്യലി സോല്യൂബിൾ ആണ്. ആൻഡ് നമ്മളിത് വെള്ളത്തിൽ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് ഫോംസ് എ കൊളൈഡൽ സസ്പെൻഷൻ ഇൻ വാട്ടർ. ഒരു ട്രൂ സൊല്യൂഷൻ ആയി മാറില്ല, ഇൻസ്റ്റെഡ് അതൊരു കൊളൈഡൽ സസ്പെൻഷൻ ആയിട്ട് മാത്രമാണ് അത് മാറുന്നത്. നമ്മൾ സെല്ലുലോസിന്റെ കാര്യം പറയാനാണെങ്കിൽ അതൊരു സ്ട്രക്ചറൽ പോളിസാക്രൈഡ് ആണ് അല്ലേ. ആൻഡ് ഈ ഒരു സ്ട്രക്ചറൽ പോളിസാക്രൈഡ് ഇറ്റ് ഇസ് ഫൗണ്ട് ഇൻ പ്ലാന്റ് സെൽ വാൾസ്. പ്ലാന്റ്സിന്റെ സെൽ വാൾസിലാണ് ഇത് ഉള്ളത്. ഇത് എൻറ്റയർലി ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ. കാരണം എന്താ, അതിൻ്റെ ആ ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു കോംപ്ലെക്സ് സ്ട്രക്ചർ കൊണ്ടാണ് ഇത് വെള്ളത്തിൽ ഒട്ടും ഡിസോൾവ് ചെയ്യാത്തത്. അപ്പോൾ പോളിസാക്രൈഡ്സിന്റെ കാര്യം നമ്മൾ സ്റ്റാർച്ച് എടുത്തു, നമ്മൾ സെല്ലുലോസ് എടുത്തു. സ്റ്റാർച്ച് എന്ന് പറയുന്നത് അത് പാർഷ്യലി സോല്യൂബിൾ ആണ് അല്ലേ, പാർഷ്യലി സോല്യൂബിൾ ആണ്. അപ്പോൾ ഒന്നുകിൽ ഒരു കൊളൈഡൽ സസ്പെൻഷനിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ അതൊരു ട്രൂ സസ്പെൻഷൻ ആകുന്നില്ല എന്നുള്ളത്. സോ ഐ വിൽ ജസ്റ്റ് ടെൽ യു എന്താണ് ഈ കൊളൈഡൽ സസ്പെൻഷനും എന്താണ് ഒരു ട്രൂ സൊല്യൂഷൻ എന്നുള്ളത്, അതിൻ്റെ ആ ഒരു ഡിഫറൻസ് ഒന്ന് പറയാം. Now, on the other hand, cellulose നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് സോല്യൂബിൾ, അത് ഇൻസോല്യൂബിൾ ആണ് വെള്ളത്തിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആ ഒരു റിജിഡ് സ്ട്രക്ചർ കൊണ്ട്, അതിൻ്റെ കോംപ്ലെക്സിറ്റി കൊണ്ടാണ്. Now, ഈ കൊളൈഡൽ സസ്പെൻഷൻ അല്ലെങ്കിൽ ട്രൂ സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക്
നമ്മൾ പോളിസാക്രൈഡ്സിന്റെ ഈ ഒരു പഠനം നോക്കുമ്പം ഒന്ന് അതിന്റെ ആ ഒരു ബിഹേവിയർ ഇൻ വാട്ടർ അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ഡിഫറൻസിയേഷൻ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. അതായത് എന്താണ് കൊളൈഡൽ സസ്പെൻഷനും എന്താണ് ട്രൂ സൊല്യൂഷൻ എന്നുള്ള ആ ഒരു ഡിസ്റ്റിങ്ഷൻ. ശരിക്കും ഈ ടേംസ് ശരിക്കും അത് എന്താ ഉപയോഗിക്കുന്നത്, ആ ഒരു ഫിസിക്കൽ സ്റ്റേറ്റ്, ആ ഒരു മോളിക്കുലാർ ഇന്ററാക്ഷൻസ് ഓഫ് സബ്സ്റ്റൻസസ് ആൻഡ് അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ആൻഡ് ഈ ഫിസിക്കൽ സ്റ്റേറ്റ് വെൻ മിക്സ്ഡ് വിത്ത് എ സോൾവെന്റ്, വെള്ളം പോലെ ഒരു സോൾവെന്റുമായിട്ട് മിക്സ് ചെയ്യുമ്പം എന്താണ് അതിന്റെ ഫിസിക്കൽ അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന്. സോ ഹിയർ വി ഗോ. എന്താണ് കൊളൈഡൽ സസ്പെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക്? സോ കൊളൈഡൽ സസ്പെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് എ മിക്സ്ചർ, ഒരു മിക്സ്ചർ ആണ്. ഓക്കെ, അത് വെള്ളത്തിൽ ചേർക്കുന്നത് കൊണ്ട് നമ്മൾ സ്റ്റാർച്ച് വെള്ളത്തിൽ ചേർക്കുമ്പോൾ കിട്ടുന്ന ഒരു മിക്സ്ചർ. ഈ മിക്സ്ചറിൽ പാർട്ടിക്കിൾസ് ഓഫ് വൺ സബ്സ്റ്റൻസ് ആർ ഡിസ്പേഴ്സ്ഡ് ത്രൂ ഔട്ട് എ സോൾവെന്റ്. അത് ഡിസ്പേഴ്സ്ഡ് ആകും ത്രൂ ഔട്ട് ദ സോൾവെന്റ്. ഇവിടെ സോൾവെന്റ് എന്താണ്? വെള്ളം അല്ലെ. വെള്ളത്തിൽ ഡിസ്പേഴ്സ്ഡ് ആകും, പക്ഷേ അത് ഡിസോൾവ് ആകത്തില്ല. ആ ഒരു മോളിക്കുലാർ ലെവലിൽ അത് ഡിസോൾവ്ഡ് ആകത്തില്ല, ഇങ്ങനെ കലങ്ങി നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് ദേ ടിപ്പിക്കലി ഇത് ലാർജർ ആയിരിക്കും ദാൻ മോളിക്യൂൾസ് ഫൗണ്ട് ഇൻ ട്രൂ സൊല്യൂഷൻസ്. ട്രൂ സൊല്യൂഷൻസിലെ മോളിക്യൂൾസ് ചെറുതായിരിക്കും. അപ്പോൾ ഈ പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് ദീസ് വിൽ ബി ടിപ്പിക്കലി ലാർജർ. പക്ഷേ ദേ ആർ സ്മോൾ ഇനഫ് ടു റിമെയിൻ സസ്പെൻഡഡ്. സസ്പെൻഡഡ് ആയിട്ട് നിൽക്കും, പക്ഷേ ആ സെറ്റിൽ ചെയ്യത്തില്ല. അതായത് നമ്മളിപ്പോൾ ഒരു പാത്രത്തിൽ വെച്ചിട്ട് നോക്കിയാൽ അത് ആ ഒരു സെറ്റിൽമെന്റ്, ഗ്രാവിറ്റി കൊണ്ട് ഉണ്ടാകുന്ന ഒരു സെറ്റിൽമെന്റ് ഉണ്ടല്ലോ, ആ സെറ്റിൽഡ് ആകത്തില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കൊളൈഡൽ സസ്പെൻഷന്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് പറയാനാണെങ്കിൽ it will be between 1 nanometer and 1000 nanometer. ഓക്കെ, അതായിരിക്കും അതിൻ്റെ പാർട്ടിക്കിൾസിന്റെ സൈസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അപ്പിയറൻസ് നോക്കിയാൽ ഇങ്ങനെ കലങ്ങി ക്ലൗഡി ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ ഒപ്പേക്ക് ആയിട്ട് അത് നിൽക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കൊരു ടിൻഡൽ എഫക്റ്റ് ഒക്കെ നമുക്ക് ഇവിടെ ഫീൽ ചെയ്യും, ആ ഒരു ലൈറ്റിന്റെ സ്കാറ്ററിങ് മുഖാന്തരം എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അതിന്റെ സ്റ്റെബിലിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിലോ, ഈ പാർട്ടിക്കിൾസ് ദേ ഡു നോട്ട് സെറ്റിൽ ഔട്ട് ഓവർ ടൈം. അതിങ്ങനെ മിക്സ് ആയി തന്നെ നിൽക്കും, അത് സെറ്റിൽ ആകില്ല എന്നുള്ളതാണ് മറ്റൊരു സംഗതി. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാർട്ടിക്കിൾസ് ദേ ഡു നോട്ട് സെറ്റിൽ ഡൗൺ. അത് താഴെ എത്തില്ല. നമ്മളിപ്പം വെള്ളത്തിൽ എന്തെങ്കിലും ഇട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് കുലുക്കി കഴിഞ്ഞാൽ മണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കുറെ കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് സെറ്റിൽ ഡൗൺ ആകും, അല്ലെ അതങ്ങ് താഴെ എത്തും, ആ ഒരു ഗ്ലാസിന്റെയോ കുപ്പിയിലോ താഴെ എത്തും. ഇത് അങ്ങനെ വരില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഈ ഒരു ടിൻഡൽ എഫക്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഒരു ടിൻഡൽ എഫക്റ്റ് അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞത്. അപ്പം അതെന്താണ്? ഈ ടിൻഡൽ എഫക്റ്റ് ആക്ച്വലി റെഫർ ചെയ്യുന്നത് ഇസ് ടു ദ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ പാർട്ടിക്കിൾസ് ഇൻ എ കൊളൈഡൽ സൊല്യൂഷൻ. അപ്പോൾ ഈ കൊളൈഡൽ സൊല്യൂഷനിലെ ഈ പാർട്ടിക്കിൾസ് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു എഫക്റ്റിനെയാണ് ഈ ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാനാണെങ്കിൽ ഇത് നാച്ചുറലി എങ്ങനെ സംഭവിക്കുന്നത്, നമ്മളിപ്പം ഒരുപാടധികം മരങ്ങളൊക്കെ ഉള്ള അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ഏരിയയിലൂടെ, തിക്കായിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഏരിയയിലൂടെ നമ്മളൊന്ന് നടക്കുകയാണ്, അവിടെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെ നടക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ മരങ്ങളുടെ ചില്ലുകളുടെ അല്ലെങ്കിൽ ലീവ്സിന്റെ ഇടയിലൂടെ, ഗ്യാപ്പിലൂടെ ലൈറ്റ് ഇങ്ങനെ പാസ്സാകും. ചില സമയത്ത് നമ്മുടെ ജനലിനകത്തൂടെയൊക്കെ ലൈറ്റ് ഇങ്ങനെ, കുറച്ച് ലൈറ്റ് മാത്രമേ ഇങ്ങനെ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് ഈ പൊടി പടലങ്ങൾ നമുക്ക് ആ ലൈറ്റിൽ കാണാനായിട്ട് സാധിക്കും, അല്ലേ. അന്നേരം ആ പാർട്ടിക്കിൾസ് അവിടെ അന്നേരം വിസിബിൾ ആകുന്ന ആ ഒരു എഫക്റ്റിനെയാണ് ഈ ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതിന് ടിൻഡൽ എന്ന് പേര് വരാൻ കാരണം ഒരു 19th സെഞ്ചുറിയിലെ ഒരു ബ്രിട്ടീഷ് ഫിസിസിസ്റ്റ്, അദ്ദേഹത്തിന്റെ പേര് ജോൺ ടിൻഡൽ എന്നാണ്. അദ്ദേഹമാണ് ശരിക്കും എന്താ പറയേണ്ടത്, ഈ ടിൻഡൽ എഫക്റ്റ് ആദ്യമായിട്ട് പഠിച്ചതും അതിനെ എക്സ്പ്ലെയിൻ ചെയ്തതും. അത് ഏകദേശം ആ ഒരു 1860കളിലാണ് ശരിക്കും അത് നടന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്കാറ്ററിങ്, അപ്പം ഞാൻ പറഞ്ഞത് ഈ ലൈറ്റ് സ്കാറ്റർ ആകുന്ന ഈ സ്കാറ്ററിങ് ഇത് ഉണ്ടാകുന്നത് ഈ പാർട്ടിക്കിൾസ്, അതായത് ആ ഒരു ലൈറ്റ് കടന്നു വരുന്ന ആ ഒരു ഏരിയയിൽ നമ്മൾ കാണുന്ന ആ പാർട്ടിക്കിൾസ് അവിടെ ശരിക്കും അത് കൊളൈഡ് ചെയ്യുന്നു എന്നുള്ളത്. കൊളൈഡ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, ദേ ആർ ലാർജ് ഇനഫ് ടു ഡിഫ്ലക്ട് ദ ലൈറ്റ്, പക്ഷേ ദേ ആർ ടു സ്മോൾ ടു സെറ്റിൽ ഡൗൺ.
അതുകൊണ്ടാണ് നമുക്ക് എന്താ പറയേണ്ടത്, ആ ഒരു പ്രത്യേക അവസരത്തിൽ ആ പാർട്ടിക്കിൾസ് അവിടെ പടരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ആ സെയിം സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക. കൊളൈഡൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് അങ്ങനെയാണ് അത് അതിനകത്ത് വരിക എന്നുള്ളത്. അപ്പൊ ഇവിടെ സ്റ്റാർച്ചിന്റെ എക്സാമ്പിൾ നമ്മൾ എടുത്തു. ആൻഡ് സ്റ്റാർച്ച് ഈ ഒരു കൊളൈഡൽ സസ്പെൻഷൻ ആണ് ഉണ്ടാകുന്നത്, അത് വെള്ളവുമായിട്ട് ശരിക്കും മിക്സ് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ എന്താ പറയേണ്ടത്, അതിൻ്റെ അകത്തുള്ള പോളിമർ ചെയിൻസ് നമുക്കറിയാമല്ലേ. സ്റ്റാർച്ചിലെ പോളിമർ ചെയിൻസ് അത് ഫുള്ളി ഡിസോൾവ് ആകില്ല വെള്ളത്തിൽ. ഇൻസ്റ്റെഡ് എന്താ സംഭവിക്കുന്നത്, അത് ഒന്ന് ചെറുതായിട്ട് സ്വെല്ല് ചെയ്യും, ഒന്ന് വലുതാക്കിയിട്ട് അങ്ങ് ഡിസ്പേഴ്സ് ആകും. അപ്പോഴാണ് ആ ഒരു സെമി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മിക്സ്ചർ, ഒരു ലിക്വിഡ് അവിടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇതിന്റെ മറ്റൊരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ ആ ഒരു ഹൈഡ്രോഫോളിക് റീജൻസ്, സ്റ്റാർച്ചിന്റെ ഹൈഡ്രോഫോളിക് ആയിട്ടുള്ള റീജൻസ് അത് വെള്ളവുമായിട്ട് ഇന്ററാക്ട് ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ ആ ഒരു ഓവറോൾ മോളിക്കുലർ സ്ട്രക്ചർ കംപ്ലീറ്റ്ലി അത് സോളിബിൾ ആകുന്നതിനെ തടയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ട്രൂ സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ട്രൂ സൊല്യൂഷൻ അത് ഒരു ഹോമോജീനിയസ് മിക്സ്ചറായി മാറും. അപ്പോൾ ഹോമോജീനിയസ് മിക്സ്ചർ, അപ്പോൾ അവിടെ എന്താ പറയേണ്ടത്, ആ സൊല്യൂട്ട് എന്ന് പറയുന്നത്, സൊല്യൂട്ട് ഇസ് കംപ്ലീറ്റ്ലി ഡിസോൾവ്ഡ് ഇൻ ദ സോൾവെന്റ്. അപ്പോൾ അതിനകത്ത് ഇടുന്ന ആ ഒരു എന്തോ ആയിക്കോട്ടെ, നമ്മളിപ്പം അതിനകത്ത് ആഡ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ആ സോൾവെന്റ് ഇവിടെ നമുക്ക് വെള്ളത്തിൽ അത് കംപ്ലീറ്റ്ലി അങ്ങ് മിക്സ് ആകുന്ന. അപ്പൊ ട്രൂ സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആർ മോളിക്കുലർലി ഡിസ്പേഴ്സ്ഡ്. അത് ആ ഒരു മോളിക്യൂൾ ലെവലിൽ ഡിസ്പേഴ്സ്ഡ് ആകുന്നത് കൊണ്ടാണ് നമുക്ക് എന്താ പറയേണ്ടത്, അതിനെ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ സാധിക്കാത്തത് അല്ലെ. സെപ്പറേറ്റ് ആയിട്ട് കാണാൻ സാധിക്കില്ല. ഒരു പക്ഷേ ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ പോലും നമുക്ക് ചിലപ്പോൾ കാണാനായിട്ട് സാധിക്കില്ല. അതാണ് ഒരു ട്രൂ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിന്റെ പാർട്ടിക്കിൾ സൈസ് വിൽ ബി ലെസ് ദൻ 1 nm എന്നുള്ളതാണ്. ആൻഡ് അതിന്റെ അപ്പിയറൻസ് വിൽ ബി ക്ലിയർ ആൻഡ് ട്രാൻസ്പെറന്റ് ആയിരിക്കും എന്നുള്ളത്. അതിന്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്, ഈ സൊല്യൂട്ട് എന്ന് പറയുന്നത് അത് ഡസ് നോട്ട് സെറ്റിൽ ഔട്ട് ഓർ സെപ്പറേറ്റ് ഫ്രം ദ സോൾവെന്റ് ഓവർ ടൈം. അതും സെറ്റിൽ ഔട്ട് ആകില്ല, എന്നാൽ സെപ്പറേറ്റ് ആവുകയും ചെയ്യില്ല. എന്നാൽ നമുക്ക് ഓൾറെഡി അറിയാം, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് പാർഷ്യലി സോളിബിൾ എന്ന് കൊളൈഡൽ എന്ന് പറയുമ്പോഴത്തേക്ക് അഗെയിൻ യു ക്യാൻ സീ ബോത്ത് ഇൻസൈഡ് ദെയർ അല്ലേ. ഇതിന്റെ ഇന്ററാക്ഷൻ വിത്ത് വാട്ടറിന്റെ കാര്യം നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഈ സൊല്യൂട്ട് മോളിക്യൂൾസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആയി വെള്ളവുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സോൾവെന്റുമായിട്ട് അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ നമ്മൾ എന്താ പറയേണ്ടത്, ഈ ചെറിയ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടല്ലോ, ചെറിയ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് മോണോസാക്കറൈഡ്സ് അല്ലേ. മോണോസാക്കറൈഡ്സിന്റെ എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അതേപോലെ ഡൈസാക്കറൈഡ്സ് അത് സുക്രോസ് അല്ലേ. ഇത് ട്രൂ സൊല്യൂഷൻസ് ആകും വെള്ളത്തിൽ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക്. കാരണം ദേ ആർ സോല്യൂബിൾ ഇൻ വാട്ടർ. കാരണം അതിന്റെ മോളിക്കുലർ സൈസ് ചെറുതാണ്, അത് ഹൈലി സോല്യൂബിൾ ഇൻ വാട്ടർ ആണ്. പോളിസാക്കറൈഡ്സ് ഓൺ ദി അതർ ഹാൻഡ് ഡു നോട്ട് ഡിസോൾവ് കംപ്ലീറ്റ്ലി ഇൻ വാട്ടർ. എന്തുകൊണ്ടാണ് കംപ്ലീറ്റ്ലി? കാരണം സ്റ്റാർച്ച് പാർഷ്യലി ആൻഡ് സെല്ലുലോസ് കംപ്ലീറ്റ്ലി അത് ഡിസോൾവ് ആകുക ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിന്റെ ഈ സോല്യൂബിലിറ്റി എന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്കിന്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിലോ, സോല്യൂബിൾ ആയിട്ടുള്ള ഷുഗേഴ്സ് അത് വൈഡ്ലി ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ ബെവറേജസ് ആൻഡ് സിറപ്സ്. ബെവറേജസിലും സിറപ്സിലും അത് ഉപയോഗിക്കുന്നത്. ആൻഡ് ഇൻസോല്യൂബിൾ ഫൈബേഴ്സ്, സെല്ലുലോസ് പോലെയുള്ളത്, ദേ ആഡ് ടെക്സ്ചർ ആൻഡ് ബൾക്ക് ടു ദ ഫുഡ്സ്. ഫുഡിന്റെ ബൾക്ക് ആകുന്നത് ആൻഡ് ഓൾസോ ഇറ്റ് ആഡ്സ് ടെക്സ്ചർ, ആ ഒരു ഫീൽ നമുക്കത് കിട്ടാനായിട്ട് അത് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം, വിച്ച് ഇസ് ദി ക്രിസ്റ്റലിനിറ്റി. ഒരു എന്താ പറയേണ്ടത്, ഫിസിക്കൽ ഫീച്ചർ ആണ് അല്ലേ. അപ്പോൾ ഈ ക്രിസ്റ്റലിനിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഇറ്റ് റെഫേഴ്സ് ടു ദ ആബ്സെൻസ് ഓഫ് എ സബ്സ്റ്റൻസ്, ഇറ്റ് റെഫേഴ്സ് ടു ദ ആബ്സെൻസ് അല്ല, ടു ദ എബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു ഫോം എ ക്രിസ്റ്റൽ സ്ട്രക്ചർ. ഒരു സബ്സ്റ്റൻസിന് ആ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ ഫോം ചെയ്യുന്നതിനുള്ള അതിൻ്റെ കഴിവിനെയാണ് ക്രിസ്റ്റലിനിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ഒബ്സർവ്ഡ് ഇൻ സിമ്പിൾ ഷുഗേഴ്സ്. ഈ സിമ്പിൾ ഷുഗേഴ്സിന് ആ ഒരു ക്രിസ്റ്റലൈൻ ഫോമിലേക്ക് പോകാം അണ്ടർ സർട്ടൻ കണ്ടീഷൻസ് എന്നുള്ളതാണ്.
ഓക്കെ, സോ സിമ്പിൾ ഷുഗേഴ്സിന്റെ എക്സാമ്പിൾസ് നോക്കിയ ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാടധികം മോണോസാക്രൈഡ്സും ഡൈസാക്രൈഡ്സും അതിന് ക്രിസ്റ്റൽസ് ആയി മാറാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അത് അതിൻ്റെ ആ ഒരു അക്വേനിയസ് സൊല്യൂഷൻസ് അത് കോൺസെൻട്രേറ്റഡ് ആയി കൂൾഡ് ആകുമ്പോഴാണ് അതൊരു ക്രിസ്റ്റലൈൻ ഫോമിലേക്ക് പോകുന്നത്, അല്ലേ? നമ്മൾ ഗ്ലൂക്കോസിന്റെയും ഫ്രക്ടോസിന്റെയും ആ ഒരു എക്സാമ്പിൾസ് ആയിട്ട് എടുത്തു നോക്കിയേ, അതിന് സോളിഡ് സ്ട്രക്ചേഴ്സ് ആയി മാറാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അത് നമ്മുടെ സാധാ ഷുഗറിന്റെ ആ ഒരു ക്രിസ്റ്റലൈസേഷൻ, നമ്മൾ വീട്ടിൽ നമ്മൾ ഷുഗർ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് ഏകദേശം ഇറ്റ്സ് ലൈക്ക് എ ക്രിസ്റ്റൽ, അല്ലേ? അപ്പോൾ അതാണ് ഒരു 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 പ്രധാന കാരണം ഇത് ക്യാൻഡി ഉണ്ടാക്കുന്നതിനും ഭക്ഷണങ്ങൾ പ്രിസർവ് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നത്, സ്പെസിഫിക്കലി ഇൻ ഫുഡ്സ് ലൈക്ക് ജാംസ് ആൻഡ് ജെല്ലീസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി പോളിസാക്രൈഡ്സ് ഓൺ ദി അതർ ഹാൻഡ്, അതിന്റെ ക്രിസ്റ്റലിനിറ്റി നമ്മൾ നോക്കിയാലോ, സ്റ്റാർച്ചും സെല്ലുലോസും തന്നെ നമ്മളിവിടെ എടുക്കുക. ഇത് ലാർജ് ആണ് ആൻഡ് കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്കുലർ സ്ട്രക്ചേഴ്സ് ആണ്, അല്ലേ? അതുകൊണ്ട് പോളിസാക്രൈഡ്സ് ഈ സ്റ്റാർച്ച് സെല്ലുലോസ് പോലെയൊക്കെയുള്ളത് ദേ ഡു നോട്ട് ക്രിസ്റ്റലൈസ്. ഈ സിമ്പിൾ ഷുഗേഴ്സ് ക്രിസ്റ്റലൈസ് ആകുന്നത് പോലെ ഇത് ക്രിസ്റ്റലൈസ് ആകില്ല എന്നുള്ളതാണ്. ഇത് ക്രിസ്റ്റൽ ആകുന്നതിന് പകരം ദേ ജനറലി ഫോം എ അമോർഫസ് അല്ലെങ്കിൽ ഒരു സെമി ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിലേക്ക് അത് പോകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു സെമി ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഒരു റെഗുലാരിറ്റി ഓഫ് സിമ്പിൾ ഷുഗേഴ്സ് ഉണ്ടാകില്ല. സിമ്പിൾ ഷുഗർ ക്രിസ്റ്റൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ദേ ഹാവ് എ റെഗുലർ ഫോം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിന് ആ ഒരു റെഗുലാരിറ്റി ഉണ്ടാകില്ല എന്നുള്ളതാണ്. സോ ഈ ക്രിസ്റ്റലിനിറ്റി എന്നുള്ള ഈ ഒരു ഫീച്ചർ നമുക്ക് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഫൈൻ ഷുഗർ ക്രിസ്റ്റൽസ് ആക്ച്വലി പ്രൊവൈഡ് സ്മൂത്ത് ടെക്സ്ചേഴ്സ് ഇൻ കോൺഫെക്ഷനറി. അതേപോലെ ലാർജർ ക്രിസ്റ്റൽസ് ആർ യൂസ്ഡ് ആസ് ഡെക്കറേറ്റീവ് ടോപ്പിംഗ്സ് ഇൻ ഡെസേർട്സ് ആൻഡ് ബേക്ഡ് ഫുഡ്സ്. ഭക്ഷണത്തിന്റെ കാര്യം നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഇസ് ദ സ്വീറ്റ്നെസ്. ഒരു ഫിസിക്കൽ ട്രേറ്റ് ആണ് സ്വീറ്റ്നെസ് എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് സ്വീറ്റ്നെസ്? The characteristic taste of carbohydrates primarily associated with simple sugars. ഇപ്പൊ സ്വീറ്റ്നെസ് എന്ന് പറയുന്നത് അതിൻ്റെ സ്വാഭാവികമായുള്ള അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ആണ്. ആൻഡ് ദിസ് ഇസ് അസോസിയേറ്റഡ് വിത്ത് സിമ്പിൾ ഷുഗേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ഈ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ സ്വീറ്റ്നെസ് എന്ന് പറയുന്നത് വിൽ ബി ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. അത് ഡിഫറെന്റ് ആയിരിക്കും. ആൻഡ് ദിസ് ഇസ് വൺ കീ ഫാക്ടർ ദാറ്റ് ഡിറ്റർമിൻസ് ദ സ്വീറ്റ്നെസ് ഇൻ ഫുഡ് ആൻഡ് ബിവറേജസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കുകയാണെങ്കിലോ, മോണോസാക്രൈഡ്സിനെയും ഡൈസാക്രൈഡ്സിനെയും എടുത്താൽ ദേ വേരി ഇൻ സ്വീറ്റ്നെസ് ലെവൽ എന്നുള്ളതാണ്. ഇപ്പൊ സിമ്പിൾ ഷുഗേഴ്സ് ഡിഫറെന്റ് ഡിഗ്രീസ് ഓഫ് സ്വീറ്റ്നെസ് ആണ് അതിന് ഉള്ളതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതില് ഫ്രക്ടോസ് ആണ് സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ ഷുഗർ. ഓക്കെ, ദേ ആർ ഈവൻ സ്വീറ്റർ ദാൻ സുക്രോസ്. സുക്രോസ് എന്താണ്? അതാണ് നമ്മുടെ ടേബിൾ ഷുഗർ. അതിനേക്കാളും സ്വീറ്റ് ആണ് ഈ ഫ്രക്ടോസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ബിക്കംസ് എ പോപ്പുലർ ചോയ്സ് ഇൻ സ്വീറ്റൻഡ് പ്രോഡക്ട്സ്, അല്ലെങ്കിൽ ലോ കാലറി ഫുഡിനകത്ത് അത് ഒരു പ്രിസർവ്ഡ് ചോയ്സ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. അതേപോലെ ഗ്ലൂക്കോസിന്റെയും ഗാലക്ടോസിന്റെയും കാര്യം പറയാനാണെങ്കിലോ, അതിന്റെ ആ ഒരു സ്വീറ്റ്നെസ് ലെവൽ എന്ന് പറയുന്നത് ഈസ് ലോവർ കമ്പയർഡ് ടു ഫ്രക്ടോസ് ആൻഡ് സുക്രോസ്. ഓക്കെ, ഇനി പോളിസാക്രൈഡ്സിന്റെ കാര്യം നമുക്ക് നോക്കാനാണെന്നുണ്ടെങ്കിലോ, പോളിസാക്രൈഡ്സ് സ്റ്റാർച്ചും സെല്ലുലോസും തന്നെ നമുക്ക് ഇവിടെ എക്സാമ്പിൾസ് ആയിട്ട് എടുക്കാം. ദേ ഡു നോട്ട് ഹാവ് എ സ്വീറ്റ് ടേസ്റ്റ്. അതിനൊരു സ്വീറ്റ് ടേസ്റ്റ് ഇല്ല. അവരുടെ ലാർജർ മോളിക്കുലർ സൈസും ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചറും ആക്ച്വലി അതിനെ പ്രിവെന്റ് ചെയ്യുകയാണ് ഫ്രം സ്റ്റിമുലേറ്റിംഗ് ദ ടേസ്റ്റ് റിസെപ്റ്റേഴ്സ് അസോസിയേറ്റഡ് വിത്ത് സ്വീറ്റ്നെസ്. അപ്പം നമ്മുടെ ടേസ്റ്റ് റിസെപ്റ്റേഴ്സ് ഉണ്ടല്ലോ, സ്വീറ്റ്നെസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ടേസ്റ്റ് റിസെപ്റ്റേഴ്സിനെ പ്രിവെന്റ് ചെയ്യുകയാണ് അതിൻ്റെ സ്വീറ്റ്നെസ് ഡിറ്റക്ട് ചെയ്യുന്നതിൽ നിന്ന്. അപ്പം അതിൻ്റെ ഫലമായിട്ട് പോളിസാക്രൈഡ്സിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ യൂസ്ഡ് മോർ ഫോർ ദിയർ ഫങ്ഷണൽ പ്രോപ്പർട്ടീസ്. അത് ഒരു തിക്കനിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കാം, ഒരു ഫുഡിന്റെ സ്ട്രക്ചർ ഫോം ചെയ്യുന്ന ഒരു ഏജന്റ് ആയിട്ട് അതിനെ ഉപയോഗിക്കാം. പക്ഷേ അതിനെ സ്വീറ്റ്നെസ്സിനല്ല ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഈ സ്വീറ്റ്നെസ്സിന്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോണോസാക്രൈഡ്സിന്റെയും ഡൈസാക്രൈഡ്സിന്റെയും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ലാർജ്ലി യൂസ്ഡ് ഇൻ
ഫുഡ് ഇൻഡസ്ട്രി ഫോർ ഫ്ലേവറിംഗ് പേർപ്പസസ് അല്ലേ, ഫ്ലേവർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫുഡ് ഇൻഡസ്ട്രീസിൽ അതിനെ വേണമെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഫ്രക്ടോസ് പലപ്പോഴും ബിവറേജസിൽ യൂസ് ചെയ്യുന്നു ആൻഡ് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സിലും അത് യൂസ് ചെയ്യുന്നു, കാരണം അതിൻ്റെ ഹൈ സ്വീറ്റ്നെസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം അത് ഹൈലി സ്വീറ്റ് ആണെങ്കിലും അതിന് എന്താ പറയേണ്ടത്, ആ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിൽ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് കുറവാണ് കമ്പയർഡ് ടു ഗ്ലൂക്കോസ് അല്ലെ. അപ്പൊ ബ്ലഡ് ഷുഗർ ഉണ്ടാകാനുള്ള സാധ്യത, നമ്മൾ ഡയബറ്റിക് ആകാനുള്ള സാധ്യത കുറവ് എന്ന് വേണമെങ്കിൽ ഇൻഡയറക്ട്ലി നമുക്ക് ഇവിടുന്ന് ഒരു നിഗമനത്തിലെത്താം. അപ്പം നോൺ സ്വീറ്റ് ആയിട്ടുള്ള പോളിസാക്കറൈഡ്സ് ഉണ്ട്. ദേ ഓൺ ദി അതർ ഹാൻഡ് പലപ്പോഴും അതിനെ ഫുഡ് ഇൻഡസ്ട്രീസിൽ അല്ലെങ്കിൽ ഫുഡ് പ്രോഡക്ട്സിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. മറ്റ് കാരണങ്ങളാലാണ് അത് ഉപയോഗിക്കുന്നത്, സ്പെസിഫിക്കലി അതിൻ്റെ ആ ഒരു ടെക്സ്ചർ എൻഹാൻസ് ചെയ്യുന്നതിന് ആൻഡ് ഒരു ഡയറ്ററി ഫൈബർ എന്ന നിലയിൽ ഉപയോഗിക്കുന്നതിനും അത് ഉപയോഗമാണ്. ഓക്കെ, അപ്പോൾ ഇൻ ഷോർട്ട് നമുക്ക് പറയാം, ഈ കാർബോഹൈഡ്രേറ്റ്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അതായത് സോല്യൂബിലിറ്റി, ക്രിസ്റ്റലിനിറ്റി ആൻഡ് സ്വീറ്റ്നെസ്, അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വേറി ചെയ്യുകയാണ് അല്ലേ. സിമ്പിൾ ഷുഗേഴ്സിൽ അത് ഡിഫറെൻ്റ് ആണ്, അതേപോലെ എന്താ പറയേണ്ടത്, കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിൽ അത് ഡിഫറെൻ്റ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഡിഫറൻസസ്, അപ്പോൾ ഈ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിലുള്ള ഈ ഡിഫറൻസസ് ശരിക്കും അതിൻ്റെ ഫങ്ഷൻസിനെ, അതിൻ്റെ ആപ്ലിക്കബിലിറ്റിയെ, അതിൻ്റെ ഉപയോഗത്തെ ഒക്കെ ബാധിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ദേ പ്ലേ ഡിഫറെൻറ്റ് റോൾസ് വെൻ ന്യൂട്രീഷൻ ഇസ് കൺസേൺ എന്നുള്ളതാണ്. റൈറ്റ്, ഇനി നമുക്കിതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ശരിക്കും നോക്കാനായിട്ടുള്ളത്. സോ ഇഫ് യു ലുക്ക് അറ്റ് ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, അതിനകത്ത് എന്താ പറയേണ്ടത്, ഇൻക്ലൂഡിങ് ഹൈഡ്രോളിസിസ്, ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ആൻഡ് ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോർമേഷൻ. ഈ പ്രോപ്പർട്ടീസ് വളരെ ക്രൂഷ്യൽ ആണ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ മെറ്റബോളിക് റോൾസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഇൻ ഫുഡ് സയൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. ഈ ഒരു കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ട് ഒന്ന് ഹൈഡ്രോളിസിസ്, മറ്റൊന്ന് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ, പിന്നെ ഒന്ന് ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോർമേഷൻ. ഓക്കെ, അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ആണ് ശരിക്കും തീരുമാനിക്കുന്നത് എങ്ങനെയാണ് ഈ കാർബോഹൈഡ്രേറ്റ്സ് ഇന്ററാക്ട് ചെയ്യുന്നത്, ഹൗ ദേ ബ്രേക്ക് ഡൗൺ ആൻഡ് ഹൗ ദേ കോൺട്രിബ്യൂട്ട്, ആ ഒരു മെറ്റബോളിക് പ്രോസസ്സിൽ എങ്ങനെ അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത്. ലെറ്റ്സ് ലുക്ക് അറ്റ് ഹൈഡ്രോളിസിസ് ടു ബിഗിൻ. അപ്പോൾ ഹൈഡ്രോളിസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ദിസ് ഇസ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ കെമിക്കൽ റിയാക്ഷനിൽ എന്താ സംഭവിക്കുന്നത്, one compound is split into simpler components through the addition of water. ഹൈഡ്രോളിസിസ് ആണ്. അപ്പോൾ എന്താ പറയേണ്ടത്, ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. ഈ കെമിക്കൽ റിയാക്ഷനിൽ എന്താ സംഭവിക്കുന്നത്, ഒരു കോമ്പൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഡിഫറെന്റ് കമ്പോണൻസ് അതിനകത്തുണ്ടല്ലേ. അപ്പൊ ഈ കോമ്പൗണ്ടിനെ ഇറ്റ് ഇസ് ബീങ് സ്പ്ലിറ്റ് ഇൻ ടു സിംപിളർ കമ്പോണൻസ് ത്രൂ അഡിഷൻ ഓഫ് വാട്ടർ. വെള്ളം ചേർക്കുമ്പോഴത്തേക്ക് ആ ഒരു കോമ്പൗണ്ട് അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവന്റ് കോമ്പൗണ്ട്സ് ആയിട്ട് സ്പ്ലിറ്റ് ആകുമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ ഒരു പ്രോസസ്സ് എന്തിനാണ് ശരിക്കും ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഫോർ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഇൻ ടു സിമ്പിൾ അബ്സോർബിൾ ഫോംസ്. നമുക്കറിയാം സിമ്പിൾ ഫോംസിനെയാണ് നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ സിമ്പിൾ അബ്സോർബിൾ ഫോംസിലേക്ക് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ ഹൈഡ്രോളിസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ ആദ്യം ഡൈസാക്രൈഡ്സിന്റെ കാര്യം നോക്കിയേ. മോണോസാക്രൈഡ്സിന് ഇതിൻ്റെ ആവശ്യമില്ല അല്ലേ, ഓൾറെഡി ദേ ആർ ഇൻ ടു ഓൺലി വൺ കോമ്പൗണ്ട്. അപ്പോൾ ഡൈസാക്രൈഡ്സ് നോക്കുമ്പോഴത്തേക്ക് ദേ അണ്ടർഗോ ഹൈഡ്രോളിസിസ്, they break down into two monosaccharide units. Other disaccharides break down into two monosaccharide units. For example, sucrose will break down into glucose and fructose, and lactose will break down into glucose and galactose. അപ്പോൾ രണ്ട് മോണോസാക്രൈഡ് യൂണിറ്റ്സ് ആയിട്ട് ഡൈസാക്രൈഡ്സ് അങ്ങ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി പോളിസാക്രൈഡ്സിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലോ, they undergo hydrolysis to yield smaller units of monosaccharides. The smaller units of monosaccharides ആവുകയാണ്. അപ്പോൾ പോളിസാക്രൈഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, they are long chains of monosaccharides അല്ലേ. And ഈ monosaccharides linked together by bonds called glycosidic bonds. അതല്ലേ പോളിസാക്രൈഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഹൈഡ്രോളിസിസ് സംഭവിക്കുമ്പോഴത്തേക്ക് എന്താണ്, ഈ ഗ്ലൈക്കോസിഡിക് ബോണ്ട്സ് ആണ് ബ്രോക്കൺ ആകുന്നത്. ഇപ്പൊ ഗ്ലൈക്കോസിഡിക് ബോണ്ട്സ് ബ്രോക്കൺ ആകുമ്പോഴത്തേക്ക് ആ ഒരു പോളിസാക്രൈഡ് അതിന്റെ ചെറിയ മോണോസാക്രൈഡ് യൂണിറ്റ്സിലേക്ക് പോകുന്നു.
ഇപ്പോൾ പോളിസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് മോണോസാക്കറൈഡ് യൂണിറ്റ്സ്. ആൻഡ് ഈ മോണോസാക്കറൈഡ്സ് കണക്റ്റഡ് ആകുന്നത് എങ്ങനെയാണ്? ദേ ആർ കണക്റ്റഡ് ത്രൂ ഗ്ലൈക്കോസിഡിക് ബോൺസ്. അപ്പൊ ഇതിനകത്ത് വെള്ളം ചേർക്കുമ്പോഴത്തേക്ക് ഈ ഗ്ലൈക്കോസിഡിക് ബോൺസ് ബ്രേക്ക് ആകും. ബോൺസ് ബ്രേക്ക് ആയിട്ട് അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് മോണോസാക്കറൈഡ്സ് ആയിട്ട് അങ്ങ് മാറുന്നു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു മാൾട്ടോസ് ആൻഡ് ഗ്ലൂക്കോസ് അല്ലെ. അത് മാൾട്ടോസ് മോളിക്യൂൾസും ഗ്ലൂക്കോസ് മോളിക്യൂൾസും ആയിട്ട് അത് മാറുന്നു എന്നുള്ളതാണ്. ഇതിന്റെ ബയോളജിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലോ മനുഷ്യന്റെ ഡൈജഷനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിച്ച് നോക്കുക. എൻസൈംസ് ലൈക്ക് amylase, sucrase, lactase and maltase ഇത് ഡൈജസ്റ്റീവ് എൻസൈംസ് ആണ് അല്ലെ. അപ്പോൾ ഈ ഹ്യൂമൻ ഡൈജഷൻസിൽ ഈ എൻസൈംസ് ആണ് ഈ ഒരു ഹൈഡ്രോളിസിസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ്സിന്റെ ഡൈജഷൻ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാം. അപ്പോൾ ഈ എന്താ പറയേണ്ടത്, ഈ എൻസൈംസിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് എന്താ പറയേണ്ടത്, ഈ ഒരു കാർബോഹൈഡ്രേറ്റ്സിന്റെ ഹൈഡ്രോളിസിസ് നടക്കുന്നത്. ആ ഒരു ഹൈഡ്രോളിസിസ് നടക്കുന്നത് കൊണ്ട് തന്നെയാണ് അതിനെ നമുക്ക് ബ്ലഡ് സ്ട്രീമിലേക്ക് മോണോസാക്കറൈഡ്സിന്റെ രൂപത്തിൽ അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രോസസ് നമ്മൾ ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് കൺവേർട്ടിംഗ് ദ ഡയറ്ററി കാർബോഹൈഡ്രേറ്റ്സ് ഇൻ ടു യൂസബിൾ എനർജി. ഡയറ്ററി കാർബോഹൈഡ്രേറ്റ്സിനെ യൂസബിൾ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇത്. ഇനി അടുത്ത ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇസ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. അപ്പോൾ റിയാക്ഷൻസ് ഇൻവോൾവിംഗ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ resulting in carbohydrate derivatives like acids and sugar alcohols. അപ്പോൾ ഓക്സിഡേഷനും റിഡക്ഷനും ഇത് എന്താണ്, ഇതിനകത്ത് ശരിക്കും വരുന്നതെന്ന് പറഞ്ഞാൽ ആ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഇവിടെ സംഭവിക്കുന്നു. ആൻഡ് എന്താ പറയേണ്ടത്, ദിസ് ഈസ് എ കോമൺ കെമിക്കൽ പ്രോസസ് ഫോർ മോണോസാക്കറൈഡ്സ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ റിയാക്ഷന്റെ റിസൾട്ട് കൊണ്ടുണ്ടാകുന്നത് ആണ് എന്താ പറയേണ്ടത്, പലതരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് ഡെറിവേറ്റീവ്സ് എന്ന് പറയാം. ഈ കാർബോഹൈഡ്രേറ്റ് ഡെറിവേറ്റീവ്സ് ആണ് ആസിഡ്സും ഷുഗർ ആൽക്കഹോൾസും. ഇതിനൊക്കെ ഓരോ യുണീക്ക് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്, ഓരോ യുണീക്ക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും ഉണ്ട് എന്ന് നമുക്ക് പറയാം. സോ ഇഫ് വി ഹാവ് ടു ലുക്ക് അറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓക്സിഡേഷൻ. അപ്പം ഓക്സിഡേഷൻ റിയാക്ഷനിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ മോണോസാക്കറൈഡ്സിന് ഇലക്ട്രോൺസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം മോണോസാക്കറൈഡ്സിന് ഇലക്ട്രോൺസ് നഷ്ടപ്പെടുമ്പോഴത്തേക്ക് ദേ റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് അസിഡിക് കോമ്പൗണ്ട്സ് അല്ലെ. അപ്പോൾ ഓക്സിഡേഷനിൽ സംഭവിക്കുന്നത് മോണോസാക്കറൈഡ്സിന് ഇലക്ട്രോൺസ് നഷ്ടമാകുന്നതോടുകൂടി അത് അസിഡിക് കോമ്പൗണ്ട്സ് അവിടെ ഫോം ആകുന്നു എന്നുള്ളത്. അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് ഓക്സിഡേഷൻ സംഭവിക്കുമ്പോഴത്തേക്ക് ഇറ്റ് ബിക്കംസ് ഗ്ലൂക്കോണിക് ആസിഡ്. അതേപോലെ ഫ്രക്ടോസിന് നമ്മൾ ഓക്സിഡേഷൻ സംഭവിക്കുമ്പോഴത്തേക്ക് ഇറ്റ് ഫോംസ്, ഇത് വായിച്ചു നോക്ക്, ഹൈഡ്രോക്സി മീഥൈൽ പെർഫറൽ, HMF എന്ന് പറയാം, ഹൈഡ്രോക്സി മീഥൈൽ പെർഫറൽ. അപ്പം ഫ്രക്ടോസിന്റെ ഓക്സിഡേഷൻ കൊണ്ട് വി ഗെറ്റ് ദിസ് വിച്ച് ഇസ് HMF. ആൻഡ് ഇത് ഫുഡ് ഫ്ലേവറിങ്ങിൽ ഇത് ഉപയോഗിക്കുന്നു, ഒരു ഫ്ലേവർ എൻഹാൻസർ ആയിട്ട് ഇത് ഉപയോഗിക്കാം എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ലെറ്റ് us see what is റിഡക്ഷൻ. എന്താണ് റിഡക്ഷൻ എന്ന് പറയുന്നത്? അപ്പം റിഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് മോണോസാക്കറൈഡ്സ് ഗെയിൻ ഇലക്ട്രോൺസ് ടു ഫോം ഷുഗർ ആൽക്കഹോൾസ് which are sweet and lower in calories. ഓക്സിഡേഷന്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. അപ്പം റിഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഗെയിൻസ് ഇലക്ട്രോൺസ്. റിഡക്ഷനകത്ത് ഇലക്ട്രോൺസിന്റെ ഗെയിൻ അവിടെ ഉണ്ടാവുകയാണ്. അങ്ങനെയാണ് എന്താ പറയേണ്ടത്, ഷുഗർ ആൽക്കഹോൾസ് ഉണ്ടാകുന്നത്. ആൻഡ് ഈ ഷുഗർ ആൽക്കഹോൾസ്, ഈ റിഡക്ഷനിലൂടെ ഉണ്ടാകുന്ന ഷുഗർ ആൽക്കഹോൾസ് എന്ന് പറയുന്നത് ആർ ലെസ് റിയാക്റ്റീവ് ദാൻ ദിയർ പേരന്റ് ഷുഗേഴ്സ്. അവരുടെ പേരന്റ് ഷുഗേഴ്സിനേക്കാളും ലെസ് റിയാക്റ്റീവ് ആണ്. ആൻഡ് ദേ ഹാവ് എ സ്വീറ്റ് ടേസ്റ്റ്, പക്ഷേ കാലറി കണ്ടന്റ് ലോ ആയിരിക്കും എന്നുള്ളതാണ്.
അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കിയാലോ, ഗ്ലൂക്കോസ്. ഓക്കെ, ഗ്ലൂക്കോസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു sorbitol. That sorbitol is used in sugar-free products. Yeah, and at the same time, mannose can be reduced to mannitol. Mannitol is used as a sweetener. ഒരു സ്റ്റെബിലൈസറും ഒരു സ്വീറ്റ്നറുമായിട്ട് അത് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിന് ആ ഒരു സ്റ്റെബിലൈസേഷൻ പ്രോപ്പർട്ടീസും കൂടെ അതിനുണ്ട് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷുഗർ ആൽക്കഹോൾസ് റിഡക്ഷനിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഷുഗർ ആൽക്കഹോൾസ് ലൈക്ക് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ സോബിറ്റോൾ, മാനിറ്റോൾ, ഓക്കെ, ദീസ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഷുഗറിന് പകരമായിട്ട് അത് ഉപയോഗിക്കാം. ഒരു ലോ കാലറി ആണ്, എന്താ പറയേണ്ടത്, ഡയബറ്റിക് ഫ്രണ്ട്ലി ഫുഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്സിഡൈസ്ഡ് ആയിട്ട് ഉണ്ടാകുന്ന ഷുഗേഴ്സ് ലൈക്ക് ഗ്ലൂക്കോണിക് ആസിഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ദേ ഹാവ് ആപ്ലിക്കേഷൻസ് ഇൻ ഫുഡ് പ്രിസർവേഷനിലും അതേപോലെ ഫ്ലേവറിങ്ങിലും വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. ഇനി മറ്റൊരു കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇസ് ദി ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോർമേഷൻ. അപ്പോൾ ഈ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ എ കോവാലന്റ് ബോണ്ട് ബിറ്റ്വീൻ ടു മോണോസാക്രൈഡ്സ് ഫോമിംഗ് കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ നേരത്തെ ഗ്ലൈക്കോസിഡിക് ബോണ്ടിനെ കുറിച്ച് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. സോ നൗ വി ആർ ഡിസ്കസിങ് ദി ആക്ച്വൽ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഇറ്റ് സെൽഫ്. അപ്പോൾ എന്താണ് ഈ ഒരു ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് പറയുന്നത്? ഇതൊരു കോവാലന്റ് ബോണ്ടാണ്. ആൻഡ് ഈ ബോണ്ട് ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഇറ്റ് ഫോംസ് ബിറ്റ്വീൻ ടു മോണോസാക്രൈഡ് മോളിക്യൂൾസ്. രണ്ട് മോണോസാക്രൈഡ് മോളിക്യൂൾസ് ജോയിൻ ചെയ്യുകയാണ്. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് സ്ട്രക്ചറിൽ റിസൾട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ദിസ് പ്രോസസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്പെസിഫിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഡൈസാക്രൈഡ്സ്, ഒളിഗോസാക്രൈഡ്സ്, പോളിസാക്രൈഡ്സ്, ഇതൊക്കെ ഫോം ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സിലൂടെയാണ്. ഇനി അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. സോ വാട്ട് ഇസ് ദ ഫോർമേഷൻ പ്രോസസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലൈക്കോസിഡിക് ബോണ്ട്സ് അത് ഉണ്ടാകുന്നതെന്ന് പറയുന്നത് വെൻ ദ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഓഫ് വൺ മോണോസാക്രൈഡ്, അപ്പോൾ ഒരു മോണോസാക്രൈഡിന്റെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇറ്റ് റിയാക്ട്സ് വിത്ത് ദി അനോമെറിക് കാർബൺ. അതായത് ആ കാർബോണിൽ കാർബൺ ആണ് അനോമെറിക് കാർബൺ എന്ന് പറയുന്നത്. മറ്റൊരു മോണോസാക്രൈഡിന്റെ, അപ്പോൾ എന്താ പറയേണ്ടത്, ഒരു മോണോസാക്രൈഡിന്റെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് മറ്റൊരു മോണോസാക്രൈഡിന്റെ അനോമറിക് കാർബണുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് ഈ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഉണ്ടാകുന്ന സമയത്ത് ദേ റിലീസ് എ വാട്ടർ മോളിക്യൂൾ. ഈ ഒരു പ്രോസസ്സിന് ഒരു വാട്ടർ മോളിക്യൂൾ അതിൽ നിന്ന് റിലീസ് ആകും. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ഇസ് എ ഡീഹൈഡ്രേഷൻ, അല്ലെങ്കിൽ അതിനെ ഒരു കണ്ടൻസേഷൻ റിയാക്ഷൻ എന്ന് പറയാം. കാരണം ഈ ഒരു ബോണ്ട് ഫോം ചെയ്യുമ്പം ഒരു വാട്ടർ മോളിക്യൂൾ അവിടെ നിന്ന് നഷ്ടമാകുന്നു അല്ലെങ്കിൽ റിലീസ് ആകുന്നു. അതുകൊണ്ട് അതിനെ ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ എന്നോ കണ്ടൻസേഷൻ റിയാക്ഷൻ എന്നോ അതിനെ പറയാം എന്നാണ്. ഇനി ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്ലൈക്കോസിഡിക് ബോണ്ട്സ് ആക്ച്വലി ഇറ്റ് ക്യാൻ ബി ഡിഫറെന്റ് ഡിപ്പെൻഡിങ് ഓൺ വിച്ച് hydroxyl group participates in the bonding. Okay, and ആ ഒരു ബോണ്ടിങ്ങിന്റെ ഓറിയന്റേഷൻ, ആ ലിങ്കേജിന്റെ ഓറിയന്റേഷനെ അടിസ്ഥാനപ്പെടുത്തിയും അതേപോലെ ഏത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ് ഇതിനകത്ത് ഈ ഒരു റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ഒരു ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി പല തരത്തിലുള്ള ഗ്ലൈക്കോസിഡിക് ബോണ്ട്സ് ഉണ്ട്. അപ്പം ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഇസ് ദി ആൽഫ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഈ ആൽഫ ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് പറയുന്നത് ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിലാണ് ഇതുണ്ടാവുക. ഫോർ എക്സാമ്പിൾ സ്റ്റാർച്ച് എന്നാണ്. അപ്പോൾ ഇവിടെ ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ആർ ലിങ്ക്ഡ് ബൈ ആൽഫ 1 അല്ലെങ്കിൽ 4 ആൻഡ് ആൽഫ 1 6 ബോണ്ട്സ്. ഇനി അടുത്ത എന്ന് പറയുമ്പോഴത്തേക്ക് ബീറ്റ ഗ്ലൈക്കോസിഡിക് ബോണ്ട്സ്. ഇത് നോൺ ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിൽ ഫോം ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ സെല്ലുലോസ്. അപ്പോൾ ഈ ബോണ്ട്സിനെ, ഈ ബീറ്റ ഗ്ലൈക്കോസിഡിക് ബോണ്ട്സിനെ ഹ്യൂമൻ ബീയിങ്സിന് അത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിനുള്ള എൻസൈംസ് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സെല്ലുലോസ് ഒരു ഇൻഡൈജസ്റ്റബിൾ ഡയറ്ററി ഫൈബർ ആയിട്ട് നമ്മുടെ ബോഡിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ പ്രാധാന്യം, അതിന്റെ സിഗ്നിഫിക്കൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ,
എന്താ പറയണ്ട ആ ഒരു കാർബോഹൈഡ്രേറ്റ് സ്ട്രക്ചറിന്റെയും ഫങ്ഷന്റെയും. അപ്പം ആ ഏത് തരത്തിലുള്ള ഗ്ലൈസോഡിക് ഗ്ലൈസോഡിക് ബോണ്ട് ആണോ എന്നുള്ളതിനെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ ആ ഒരു ഗ്ലൈസോഡിക് ബോണ്ട് ആണ് ആ ഒരു ഡൈജസ്റ്റബിലിറ്റിയെയും ഫങ്ഷനാലിറ്റിയെയും എഫക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വാധീനിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി സ്റ്റാർച്ചിന്റെ കാര്യത്തിൽ നോക്ക്, ആൽഫ ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്. ഇത് റെഡിലി ഡൈജസ്റ്റബിൾ ആണ് അല്ലെ. അപ്പോൾ എന്താ പറയണ്ട, ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു എനർജി സോഴ്സ് ആയിട്ട് അത് മാറുന്നു എന്നുള്ളത്. ഇനി സെല്ലുലോസിന്റെ കാര്യം നോക്കിയേ, ബേറ്റ ഗ്ലൈക്കോസിഡിക് ബോണ്ടിന്റെ കാര്യം, ഹ്യൂമൻ ബീങ്സിന് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതൊരു ഡയറ്ററി ഫൈബർ ആയിട്ട് മാറി. നോക്ക്, അതിന്റെ ഫംഗ്ഷൻ തന്നെ കംപ്ലീറ്റ്ലി മാറി ഇവിടെ അല്ലേ. ഡയറ്ററി ഫൈബർ ആയിട്ട് മാറുന്ന, ഇറ്റ് എയ്ഡ്സ് ഇൻ ദ ഡൈജഷൻ ആൻഡ് സ്റ്റൂളിന്റെ ബൾക്ക് പോർഷൻ ഇതായിട്ട് മാറുന്നു എന്നുള്ളതാണ്. സോ ഇൻ ഷോർട്ട്, നമ്മൾ ഈ ഒരു കെമിക്കൽ പ്രോപ്പർട്ടീസ്, കാർബോഹൈഡ്രേറ്റ്സിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്, സ്പെസിഫിക്കലി ഹൈഡ്രോളിസിസ്, ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോർമേഷൻ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മെറ്റബോളിസം നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും അതിന്റെ ന്യൂട്രീഷണൽ വാല്യൂ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, സോ ദാറ്റ് ബ്രിങ്സ് us to the end of the properties here. ഇനി നമുക്ക് നോക്കാനുള്ളത് are the sources of carbohydrates. അത് we will look at the sources of carbohydrates in the next part of the video. Okay, I would also just like to tell you, നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് സ്റ്റഡി ഗ്രൂപ്പ് ജോയിൻ ചെയ്യാം. അതേപോലെ നമുക്കൊരു ഗോൾഡ് ബാച്ചും ഉണ്ട്. അപ്പം വാട്സാപ്പ് സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ യു വിൽ ഗെറ്റ് റെഗുലർ അപ്ഡേറ്റ്സ്. നമ്മൾ വീഡിയോസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും എക്സാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസിൻ്റെ ഒക്കെ റെഗുലർ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ആൻഡ് ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് ലഭ്യമാകും. യു വിൽ ഗെറ്റ് ആക്സസ് ടു ക്വിസസ്, മോഡൽ എക്സാംസ്, മോക്ക് ടെസ്റ്റ്, ലൈവ് ക്ലാസ്സസ് ആൻഡ് മച്ച് മോർ. അപ്പോൾ ഈ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാനായിരുന്നാലും സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിരുന്നാലും അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. യു ക്യാൻ ജോയിൻ ഈദർ ദ ഗ്രൂപ്പ് ഓർ ദ ഗോൾഡ് ബാച്ച്, അല്ലെങ്കിൽ രണ്ടിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ദർ ഇസ് നോ പ്രോബ്ലം. ഇനി സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിലും ആ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് സ്റ്റഡി ഗ്രൂപ്പിൽ ഉണ്ട് എന്നുള്ളതാണ്. So thank you very much for watching this part and see you in the next video. You have a great day ahead. Thank you.